അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസിൻ്റെയും ഫൈസലിൻ്റെയും വീട്ടിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണെങ്കിലും ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ദുഃഖമുണ്ടായിരുന്നു. അത് ഉമ്മാക്ക് മനസ്സിലായിട്ടുമുണ്ട്. ഉമ്മ ശ്രദ്ധിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ എൻ്റെ മോൻക്ക് എന്തെന്നില്ലാത്തൊരു സങ്കടം. എന്താണെന്ന് എന്നോട് പറയുന്നുമില്ല. എന്താണാവോ? എന്തൊക്കെ തന്നെയായാലും ഫൈസലിൻ്റെ കൂടെ ജീവിക്കാൻ ഇന്നൊരു പെണ്ണുണ്ട്. നവാസിൻ്റെ കൂടെയും അവൻ്റെ വൈഫും കുട്ടികളുണ്ട്. അപ്പോൾ എൻ്റെ ഷമ്മാസിനാണെങ്കിൽ കല്യാണപ്രായമായും ചെയ്തു. ഒരു പക്ഷേ ഒരു ഇണതുണ ഇല്ലാത്തതിൻ്റെ വിഷമമായിരിക്കും. ഉമ്മ അത് കരുതി. ഉമ്മ ജമീല താത്തിയോട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ജമീല, ഈ മോൻക്ക് പറ്റിയതൊന്ന് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ എങ്ങോട്ടാ? സമയമായില്ലേ? പിന്നെ എല്ലാവരും ഫാമിലി ആയിട്ട് അവരവരുടെ റൂമിലേക്ക് കണ്ട് പോകുമ്പോഴേ എൻ്റെ ഷാമോൻ ഒറ്റയ്ക്കല്ലേ? അല്ലെങ്കിലും നമ്മൾ പെൺകുട്ടികളെ കല്യാണമൊക്കെ വേഗം കഴിച്ചു വിടും. ആൺകുട്ടികളുടെ ആകുമ്പോൾ അങ്ങനെ താമസിപ്പിക്കും. അപ്പോൾ എൻ്റെ ഷാമോനെ ഇനിയും വൈകിപ്പിക്കാനാവില്ല. ജമീല, ഈ ഒന്ന് നോക്കണം കേട്ടോ. ആ ബ്രോക്കറോ ഒന്ന് പറഞ്ഞു നോക്കണേ. താത്ത, ഇപ്പോൾ പെൺകുട്ടികളെ കിട്ടാൻ വലിയ പ്രയാസമാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പഠിക്കല്ലേ. പഠിക്കാകുമ്പോൾ തന്നെ ആരും കിട്ടൂല. പിന്നെയെന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കണ ജോലി എന്താ? അതുപോലെ പഠിപ്പുള്ള ചെക്കന്മാർ, പഠിക്കുന്ന ചെക്കന്മാർ, നല്ല ജോലിയുള്ള പ്രൊഫഷണൽ ജോലിയുള്ള ആൾക്കാർ, അതൊക്കെയാണ് എല്ലാ പെൺകുട്ടികളും ചോദിക്കണത്. അതുപോലെ ഓലെ ജോലിക്ക് വിടണം. അങ്ങനത്തെ ഓരോ നിയമങ്ങളാണ് പെൺകുട്ടികളിന് വെക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും പഠിപ്പുണ്ട്. പണ്ടത്തെ മാതിരി 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും +2 കഴിഞ്ഞിട്ടൊന്നും കെട്ടിച്ച് വിടില്ലല്ലോ. എല്ലാവരും ഡിഗ്രി, PG, അതേപോലെ അങ്ങനെ ഏതൊക്കെ കോഴ്സുണ്ട്, അങ്ങനെ എല്ലാ കോഴ്സും എടുത്ത് പഠിക്കും. അങ്ങനെയൊക്കെയല്ലേ. പിന്നെ ജോലി കഴിഞ്ഞ ശേഷം കല്യാണം, അങ്ങനെയൊക്കെ തന്നെയല്ലേ. പല കുട്ടികളും ഇപ്പോൾ പാരാമെഡിക്കലായിട്ടും അതുപോലെ MBBS ആയിട്ടും അങ്ങനെയൊക്കെ പഠിച്ച് വക്കീലന്മാരായിട്ടും അങ്ങനെയൊക്കെ പഠിക്കല്ലേ. അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ പിന്നെ ഇപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക? ഓലൊക്കെ കല്യാണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചോദിക്കണത് ചെക്കന് എന്താ ചെയ്യണത്, എന്തുവരെ പഠിച്ചു, അല്ലെങ്കിൽ എന്താണ് ജോലി. എല്ലാവർക്കും നല്ല പ്രൊഫഷണൽ ജോലിക്കാരാണ് ഇഷ്ടം. കാരണം എന്നാൽ പോലെ പഠിപ്പിക്കാൻ വിടും. അല്ലെങ്കിൽ ഒക്കെ ഒരു കഥ തന്നെ ആയിരിക്കും. അധിക പെൺകുട്ടികളും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആരും കിട്ടണില്ല കേട്ടോ. ഉമ്മാരും ബാപ്പാരും ഇഷ്ടത്തിനൊന്നും കെട്ടിക്കാനും കുട്ടികളെ അയക്കണില്ല. എല്ലാവരും പഠിക്കണം, ജോലി നേടണം എന്നുള്ള ചിന്താഗതിയാണ്. ശരിയാണ്. എൻ്റെ നുസൈബയും അവളും പഠിക്കുകയാണല്ലോ. പാവം, അവൾക്ക് വിവാഹ ജീവിതം ഇല്ലാതായി. അല്ലെങ്കിലും ഉണ്ടായിട്ടൊന്നല്ല. എന്നാലും പഠിച്ചോനെ എക്സാമിന് നല്ല രീതിയിൽ എഴുതിയാൽ മതിയായിരുന്നു. ഒക്കെ ഓളെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ടല്ലോ. അതൊക്കെ പഠിച്ചോനോൾക്ക് വിജയിപ്പിച്ച് കൊടുക്കട്ടെ. എന്തായാലും എൻ്റെ നുസൈബാക്ക് ഉയർന്ന റാങ്ക് കിട്ടി. അവൾ നല്ല രീതിയിൽ പഠിച്ച് അവൾ ഡോക്ടറായി ഇറങ്ങണം. അതാണ് എൻ്റെ മനസ്സിലുള്ളത്. അതാണ് എൻ്റെ ആഗ്രഹം. അവളുടെ വേദനിച്ചതിന് പകരമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് നല്ലൊരു ജീവിതം നൽകട്ടെ. എൻ്റെ മോൻ ഫൈസലെ ഓളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ അവളിപ്പോഴും എൻ്റെ മരുവൾ തന്നെയാണ്. അല്ലാതെ ഒരിക്കലും അവനെ ഒഴിവാക്കി വിചാരിച്ചിട്ട് എൻ്റെ മരുവളല്ലാതിരിക്കൂലല്ലോ. പാവം. എന്താ താത്തങ്ങൾ ആലോചിക്കണത്? ജമീല, ഞാൻ എൻ്റെ നുസൈബയെക്കുറിച്ച് ഓർത്തതാടി. പഠിച്ചോനെ, എന്താലേ ആ കുട്ടിൻ്റെ ഒരു വിധി. ഉമ്മാക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. താത്ത, നിങ്ങളിങ്ങനെ വിഷമിച്ചിട്ടിപ്പോൾ എന്താ ചെയ്യുക? പോയത് പോയി. നല്ല കുട്ടികളൊക്കെ ഇങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ നല്ലൊരു ഭാഗ്യമാണ്. സത്യം പറഞ്ഞാൽ ഓളുള്ളപ്പോൾ നിങ്ങൾ എന്നെയും കൂടി ഇങ്ങോട്ട് വിളിക്കില്ലല്ലോ. വീട്ടിലത്തെ പണിയും കാര്യങ്ങളും എല്ലാം ഓൾ നോക്കും. പിന്നെ നല്ല രീതിയിൽ ദീനീബോധമുള്ള കുട്ടിയും, അതൊക്കെ ഒരു ഭാഗ്യമാണ്. അതൊക്കെ നഷ്ടപ്പെടുക പറഞ്ഞാൽ വല്ലാത്തൊരു നഷ്ടം തന്നെയാണ്. എന്താ ജമീല കാട്ടുക? പഠിച്ചോ നമുക്ക്. അല്ലെങ്കിലും നല്ലത് കുറച്ച് കാലം നിൽക്കുള്ളൂ എന്ന് പറഞ്ഞേക്കാലോ. നമ്മൾക്ക് അതിനുള്ള വിധി ഉണ്ടാവില്ല. അല്ല എന്താ താത്ത? ഇനിയിപ്പോൾ ഷമ്മാസിനെ ഓനും അങ്ങനത്തെ നല്ലൊരു ഹയറായൊരു പെണ്ണിനെ കിട്ടണമല്ലേ. കിട്ടിയാൽ കഴിച്ചിലായി. ജമീല, എന്താപ്പോൾ ചെയ്യുക? നോക്ക് നല്ലത്. എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് ഒന്നും പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ 3 മരുമക്കളാണ് എൻ്റെ അടുത്ത് വന്നത്. 2 അതാ. കുറ്റം പറയാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഒന്ന് ഫൈസലിൻ്റെ പത്തോളും നവാസിൻ്റെ ഓളും.
കാര്യം ഞാൻ പറയാം, ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. പേരിന് 3 ആളൊക്കെ ഉണ്ടായിക്കണേ. പക്ഷേ എൻ്റെ നുസൈബ മാത്രമാണ് എനിക്ക് ഉപകാരമായിട്ടുണ്ടായിട്ടുള്ളത് വരെ. മറ്റുള്ളവരും ഒരു കുട്ടി വരെ ഇതുവരെ ഒരു അടുക്കളയ്ക്ക് ഇറങ്ങിയ കാര്യങ്ങൾ ഒന്നും നോക്കിയിട്ടില്ല. ഇപ്പം ഈ ഉണ്ടായതുകൊണ്ടല്ലേ പണിക്ക് ഇങ്ങനെ കഴിഞ്ഞു പോണ്. അന്നെ വിളിച്ചതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ എന്തായിരിക്കും രാവിലെ ഒന്ന് ഒരു കുട്ടീൻ്റെ അടുത്തുനിന്ന് ഒരു ഗ്ലാസ് ഒരു കട്ടൻ ചായ വരെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കി വെക്കുക എന്നല്ലാതെ. എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ. ഇവലങ്ങനെയാണ്, എന്ത് ചെയ്യുക. നവാസിൻ്റെ പെണ്ണുങ്ങൾ പിന്നെ ആയം തന്നെ അങ്ങനെ തന്നെ. ആയം തന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അത് ഗൾഫിൽ കൊണ്ടുപോയി. പിന്നെ പ്രസവത്തിന് വേണ്ടിയൊന്ന് വരും. പ്രസവം കഴിഞ്ഞ് 90 ആകുമ്പോഴത്തേക്കും തിരിച്ചു പോവും. അതല്ലേ അവൾക്ക് ശീലമായിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ നിന്ന് പണിയെടുത്ത് ശീലമായിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഇതാ വന്നിക്കണ്. ഇനിയിപ്പോൾ ഷമ്മാസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പോവുള്ളൂ എന്നാണ് പറയണത്. പൊന്നാര ജമീല, ഞാൻ എന്നോടായിട്ട് പറയണം, വേറെ ആരോടും പറയാൻ പാടില്ല. ശരിയാണ്. സത്യം പറഞ്ഞാൽ കയ്യിനും കാലിനും ഒരു റെസ്റ്റും ഇല്ല. രാവിലെ ഇറങ്ങണം അടുക്കളയ്ക്ക്. പിന്നെ എൻ്റെ ചെറിയ മോനെ, എൻ്റെ ഷാമോൻ ഉണ്ടാകുമ്പോൾ എന്നെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ വരും. അല്ലാത്തവരൊക്കെ ആ നേരത്തെ ഇങ്ങോട്ട് വരും ടേബിളിൻ്റെ അവിടേക്ക്. നവാസിൻ്റെ പെണ്ണൊക്കെയാണെങ്കിൽ കുട്ടികളുണ്ടെന്നെങ്കിലും മറ്റുള്ള പിന്നെ തീരെ നമ്മൾ കാക്കണ്ട, ജോലിക്കാരിയൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ വെച്ച് വിളമ്പ് ഇതുണ്ടായി അതങ്ങനെ തിന്ന് പോകുകയെന്നല്ലാതെ ഒന്നും സഹായിക്കൂലല്ലോ. എന്തപ്പോൾ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ആണുങ്ങളെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നവാസായാലും ഫൈസലായാലും ഉമ്മാനൊന്ന് സഹായിക്ക്, നമുക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ. ഇതതുമില്ല. ഞാനിപ്പോൾ എൻ്റെ വിധിയെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. എൻ്റെ കുട്ടി പോയതിന് ശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിനും കാലിനും ഒരു ഒഴിവും ഉണ്ടായിട്ടില്ല. മനസ്സിന് സമാധാനം ഉണ്ടായിട്ടില്ല. ഒരു കണ്ടറിഞ്ഞുണ്ടാവുമല്ലോ എന്തെങ്കിലും ഒന്ന്. രണ്ടാളെയും കിട്ടൂല. ഒരാൾ നവാസിൻ്റെ പെണ്ണുങ്ങൾക്ക് ഒന്നുമില്ല, വീട്ടിലത്തെ പണിനെ കുറിച്ച് ഒന്നും ഒരു ചിന്തയില്ല. ഭക്ഷണം ഉണ്ടാക്കിയതൊന്ന് കഴിക്കും, പിന്നെ പോവും. ഓൽക്കിപ്പോൾ ടൂറ്, എല്ലായിടത്തേക്കും ടൂറ് പോക്കും, ഇതൊക്കെ തന്നെ പണി. അല്ലാതെ വീട്ടിൽ അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാനൊന്നും അവൾക്ക് ഇഷ്ടമില്ല. അവളങ്ങനെ ചെയ്യൂല. പഠിച്ചോനെ, ഞാൻ കുറ്റം പറഞ്ഞതല്ല പഠിച്ചോനെ ഒരിക്കലും. അസ്തഗ്ഫിറുല്ലാഹ്. എൻ്റെ മനസ്സിൻ്റെ വേദന കൊണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു പോയതാണ്. സാജിദ് എപ്പോഴെങ്കിലും വന്നിട്ട് എന്നോട് ഇങ്ങനെ ചൂടാവും. നിങ്ങൾക്ക് അത് പറഞ്ഞൂടെ, നിങ്ങൾക്കിത് പറഞ്ഞൂടെ, എന്താ നിങ്ങൾക്ക് പറഞ്ഞാൽ രാവിലെ ഇറങ്ങി ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പറഞ്ഞാൽ എന്താ എന്നൊക്കെ. നമുക്ക് ജമീലായി ശീലമായിട്ടില്ലല്ലോ ഒരാളോട് ഇങ്ങനെ. അതും മരുക്കളോട് നമ്മളങ്ങനെ ഒന്നും പറയില്ല. പറയുകയാണെങ്കിൽ മക്കളോട് പറയാം, അത് നമ്മളെ മക്കളാന്നൊക്കെ. പക്ഷെ മരുക്കളോടൊന്നും പറഞ്ഞാലേ ഇപ്പോൾ പഴയ പോലെ ഒന്നല്ലേ. അതുകൊണ്ട് ഞാൻ അതിനൊന്നും പോലില്ല. ഞാൻ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. താത്ത, നിങ്ങൾ വിഷമിക്കല്ലേ. പിന്നെ നിങ്ങൾ എനിക്ക് കണ്ടമാനം പൈസ തരുന്നുണ്ടല്ലോ, അതിനുള്ള പണി നമ്മുടെ എടുക്കുന്നുണ്ട്. ശരിയാണ് ജമീല, ഈ ഉണ്ടായതുകൊണ്ട് വലിയ ആശ്വാസം. പക്ഷേ എൻ്റെ നുസൈബുള്ളെന്ന് ആരും ഒരാളെയും പണിക്ക് നിർത്താൻ വരെ അവൾ സമ്മതിച്ചിട്ടില്ലായിരുന്നു. അത് കൈനാത്രമുള്ള പണിയല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. പാവം, എൻ്റെ കുട്ടീനെ പഠിച്ചോ നന്നാക്കട്ടെ. കുറേ കഷ്ടപ്പെട്ടിക്കണ് ഈ അടുക്കളയിൽ കിടന്നിട്ടും ഈ വീട് നന്നാക്കിയിട്ടും മിറ്റടിച്ചോരിറ്റും. ഇനി ഒരിക്കലും എൻ്റെ നുസൈബ അങ്ങനത്തെ ഒരു വിധി, അങ്ങനെ ഒരു വീട്ടിൽ പോയി കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ എൻ്റെ കുട്ടിക്ക് ഇല്ലാതിരിക്കട്ടെ. ഓള് പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി നല്ല ഡോക്ടറായി അവൾ ഇറങ്ങട്ടെ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഓളെ കൈ പിടിച്ച് എനിക്കൊന്ന് നടക്കണം. എനിക്കതിനൊരു പൂതിയുണ്ട്. ഇവരെ മുന്നിൽ കൂടെയൊക്കെ അവൾ ഡോക്ടറായി ഒന്ന് വിലസട്ടെ. അതെൻ്റെ ആഗ്രഹം. അവളെ കഷ്ടപ്പെടുത്തിയ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് അവൾ അത്രക്കും ഇടങ്ങാറാക്കിയിട്ടുണ്ട് ഈ വീട്ടിലത്തോർ. അതിനൊക്കെയുള്ള അവർക്കൊക്കെ ഒരു തിരിച്ചടിയായിരിക്കണം നുസൈബ ഡോക്ടറായി ഇറങ്ങുന്നത്. താത്ത, മാഷാ അല്ലാ. എന്നാലല്ലേ ആ പെണ്ണ് നല്ല ഡോക്ടറാകാൻ പഠിക്കാന്നൊക്കെ പറഞ്ഞാലേ. ഇല്ലടി, അത് എക്സാം എഴുതണേ ഉള്ളൂ. ഇനിയിപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് എന്തായാലും പഠിച്ചവനോട് പറയാം. പിന്നെ എൻ്റെ മരുവളെ നല്ല പഠിക്കാൻ മിടിക്കുകയൊക്കെ തന്നെയാണ്. +2-നായാലും SLC-ക്കായാലൊക്കെ നല്ല മാർക്കും കാര്യങ്ങളും ഒക്കെ എ ഗ്രേഡാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രതീക്ഷ എനിക്കും ഇല്ലാതില്ല. കാരണം നല്ല വിവരമുള്ള കുട്ടികളെ, ബുദ്ധി വിവരമുള്ള കുട്ടികളെ പിന്നെ കുറച്ച് പഠിപ്പിക്കണം. ഓൾക്ക് ഇതിൻ്റേതായ ഫീൽഡിലേക്ക് നമ്മൾ വിടണം. അല്ലാതെ ഇവിടെ അടിച്ചുവരി തുടക്കാൻ നിർത്തിയാലേ അത് ശരിയാവില്ല. അപ്പോൾ എൻ്റെ ഷാമോൻക്ക് പറ്റിയ നല്ലൊരു കുട്ടിനെ ഈ എങ്ങനെയെങ്കിലും ഒന്ന് നോക്കിട്ടോ. ഒന്നും വേണ്ടെന്ന് വെച്ചാൽ പണ്ടും പൈസയും സ്വത്തും മുതലൊന്നും വേണ്ട. ഇനി ഓനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ പിന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് ആൺകുട്ടികൾക്കും വേണ്ടേ കുറച്ച് ഇഷ്ടപ്പെടുക. അങ്ങനെ മതി. പിന്നെ ദീനുള്ള കുട്ടികളെ
അത് മതി. വേറെ തറവാടോ സ്വത്തോ ഒന്നും സമ്പത്തൊന്നും വേണ്ട. എത്ര പാവപ്പെട്ട വീട്ടിൽ നിന്നാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഫൈസലിനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഓൻ്റെ സ്വഭാവം അതങ്ങോട്ട് മാറിപ്പോയി. ഇവൻ്റെത് അൽഹംദുലില്ലാ ഇതുവരെ നല്ല സ്വഭാവമാണ്. ഇനി എങ്ങനെയൊക്കെയാവും, എല്ലാം പഠിച്ചുകൊണ്ടിരുത്തല്ലേ. ജമീല താത്ത അവരുടെ വീട്ടിലേക്ക് പോയി. പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് കയറി വന്നു. ഉമ്മ, ആ മോൻ ഇന്നെന്താ പതിവില്ലാതെ ഈ സമയത്ത്? ആ അത് ഒന്നുമില്ല ഉമ്മ. പിന്നെ ഷോപ്പ് എങ്ങനെയുണ്ട് മോനെ ഷോപ്പൊക്കെ? ഉമ്മ, ഒരു ഷോപ്പും കൂടിയും സെറ്റാക്കാനുള്ളൊരു പരിപാടി മനസ്സിൽ ആഗ്രഹമുണ്ട്. എവിടെ, അവിടെ അടുത്താണോ? ആ അവിടെ അടുത്തോ അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തോ. മാഷാ അല്ലാ, എൻ്റെ കുട്ടീനെ അള്ളാഹു നന്നാക്കട്ടെ. ഉമ്മാൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. എന്നാലും മോനെ രണ്ടാമത്തെ ഷോപ്പ് ഇത്ര പെട്ടെന്ന് സെറ്റാക്കാൻ കഴിയുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. മാഷാ അല്ലാ ഉമ്മ, നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ നിങ്ങളെ പേരല്ലേ ആ മൊബൈൽ ഷോപ്പിനിട്ടത്, ഐഷാസ് മൊബൈൽസ്. അതിനേക്കാളും വലിയ ബർക്കത്ത് പിന്നെ എന്താ ഉണ്ടാകുക? എൻ്റെ ഉമ്മാനെ സന്തോഷിപ്പിച്ചിട്ട് എൻ്റെ ഉമ്മാൻ്റെ കൈ കൊണ്ടല്ലേ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. ആ അതുകൊണ്ട് തന്നെ ഇനി ഇൻഷാ അല്ലാ അടുത്തതും ഉമ്മാൻ്റെ കൈ കൊണ്ട് ആക്കണം മോനെ. ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ കുട്ടിക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അല്ല മോനെ, പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെ ഷോപ്പൊക്കെ ഇടുന്നുണ്ട്, ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ വിജയിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, ഓക്കെ. പക്ഷേ എൻ്റെ കുട്ടീൻ്റെ ജീവിതത്തേക്ക് ഇനി ഒരു പെൺകുട്ടിനെ വേണ്ടേ? എന്നാലല്ലേ ഈ ഒരു സന്തോഷമൊക്കെ ആഘോഷിക്കാൻ ഒരു കുട്ടി ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ബിസിനസ്സിൽ കുറേ ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ ഉമ്മ? ശരിയാണ്, ബിസിനസ്സൊന്നും ദുനിയാവിൽ കുറേ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങേണ്ടി വരും മോനെ. അതല്ല ഞാൻ പറഞ്ഞത്, അത് പിന്നെ ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങാതെ പിന്നെന്താ, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമുണ്ട് ഉറപ്പാണല്ലോ. അല്ല ഉമ്മ, എനിക്ക് മോനെ നീ ഒന്നും എന്നോട് പറയണ്ട. എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, എല്ലാ മക്കൾക്കും ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ അവളുടെയൊക്കെ സ്വഭാവം പെരുമാറ്റം കാണുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. അതുകൊണ്ടോ എന്താന്നാവോ. അല്ലാ എൻ്റെ മക്കളെ കാത്തു രക്ഷിക്കണേ അല്ലാ. മോനെ, ഞാൻ ആ ജമീല താത്താനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉമ്മ, എന്ത്? ആ ഇന്നാൾ മോനെ നമ്മൾ കാണാൻ പോയില്ലേ, അതുപോലെ. ഉമ്മ, അത് എനിക്കിപ്പോൾ അത്ര സന്തോഷകരമായൊരു സമയമല്ല ഉമ്മ. പ്ലീസ് എൻ്റെ ഉമ്മ ഇപ്പം എനിക്ക് നോക്കാൻ വേണ്ടി പറയണ്ട. ആ എന്താ മോനെ, നിനക്ക് എന്ത് പറ്റി? നിനക്ക് എന്താ സന്തോഷമില്ലാത്തത്? ഹേയ് ഒന്നുമില്ലമ്മ, ഞാൻ അത് വേണ്ട. ഉമ്മയോട് അവൻ ആ കാര്യം പറയുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഷമ്മാസിന് തന്നെ അതൊരു ചമ്മലായി. ഷമ്മാസ് ഹിജാബിയെക്കുറിച്ച് ഓർത്തു. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരു ഹിജാബി പെണ്ണിനെ മാത്രമേ കെട്ടുകയുള്ളൂ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതാണ്. അതിൽ നിന്നൊരു മാറ്റവുമില്ല. ഉമ്മ, എന്താ മോനെ പറയാനുള്ള പറയോ? എനിക്ക് കല്യാണം നോക്കുമ്പോൾ ഉമ്മ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, ആ രീതിയിലുള്ള പെണ്ണ് മതിട്ടോ ഉമ്മ. അതെന്താ മോനെ? ഉമ്മ, അത് മറ്റൊന്നുമല്ല, എനിക്ക് ഹിജാബ് ധരിച്ച് നടക്കണ സ്വാലിഹായ ഹൈറായ പെണ്ണിനെ മതി ഉമ്മ. മോനെ, അൽഹംദുലില്ലാ എൻ്റെ കുട്ടിയുടെ ആഗ്രഹം അതാണല്ലേ. ഇൻഷാ അല്ലാ എൻ്റെ കുട്ടിയുടെ ആഗ്രഹം പോലെ തന്നെ അള്ളാഹു അത് റെഡിയാക്കി തരട്ടെ. ഉമ്മയുടെ മനസ്സിൽ ഓരോ ചിന്തകൾ ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു. ആ രാത്രി ഉമ്മക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല. ഷമ്മാസിന് തൻ്റെ ഹിജാബി അവൾ നഷ്ടപ്പെട്ട വേദന അതൊരിക്കലും അവൻ്റേതായിട്ടല്ല, അത് മറ്റൊരുത്തിൻ്റെ ഭാര്യയാണ്. അതറിഞ്ഞത് മുതൽ വല്ലാത്തൊരു വേദനയാണ്, വല്ലാത്ത സങ്കടമാണ്. അല്ലാ, ആദ്യമായൊരു പെണ്ണിൻ്റെ മുഖം ഈ നെഞ്ചിൽ, അവളെ മാത്രം ഈ നെഞ്ചിൽ ഞാൻ കയറ്റിപ്പോയി. എന്ത് ചെയ്യാൻ, അവൾ മറ്റൊരുത്തിൻ്റെ ഭാര്യയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലാ. എന്തെന്നറിയില്ല, എത്രയൊക്കെ ആയിട്ടും അത് മറക്കാൻ എനിക്ക് കഴിയുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ആ ഹിജാബി കൺമുമ്പിലൂടെ നടന്നു പോകുന്നതാണ് കണ്ണിൽ കാണുന്നത്. വേറൊരാളുടെ ഭാര്യയാണ്, എന്നിട്ടും അതെന്താണ് വീണ്ടും വീണ്ടും പലവട്ടം മറക്കാൻ വേണ്ടി ശ്രമിച്ചു. പടച്ചവനോട് ദുആ ചെയ്തു. പക്ഷേ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വരികയാണല്ലോ റബ്ബേ എൻ്റെ മനസ്സിക്ക്.
ഇതിനൊക്കെ ഞാൻ കുറ്റക്കാരനാവുമല്ലോ. അല്ല, ഞാൻ എന്ത് ചെയ്യും? വല്ലാതെ അങ്ങ് മനസ്സിലേക്ക് കയറിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അനുഭവം കൊണ്ടായിരിക്കാം അതിങ്ങനെ വല്ലാതെ അതൊരു കനലായി എൻ്റെ നെഞ്ചിലുണ്ട്. ഉമ്മക്ക് ആ രാത്രി ഒരുപാട് ആലോചനകളുണ്ടായിരുന്നു. ഉമ്മ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എൻ്റെ ഷാമോൻ പറഞ്ഞ കാര്യം, ഹിജാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടിയെ മതി ഉമ്മ എനിക്ക്. സ്വാലിഹായ ഹൈറായ ഒരു പെൺകുട്ടിയെ മതി ഉമ്മ എനിക്ക്. ഷമ്മാസ് പറഞ്ഞ കാര്യം ഉമ്മ അതിങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്. എൻ്റെ നുസൈബ. അപ്പോഴും ഉമ്മ ഓർത്തത് നുസൈബയെയാണ്. അവൾ അങ്ങനെയുള്ള കുട്ടിയാണ്. ഒരാളുടെ മുമ്പിലേക്കും അവൾ ഇറങ്ങില്ല. നല്ല രീതിയിൽ അച്ചടക്കത്തോടെ നടക്കുന്ന സ്വാലിഹത്തായ പെൺകുട്ടിയാണ് എൻ്റെ നുസൈബ. അവളെ എൻ്റെ ഫൈസൽ ശരിക്കും നോക്കിയില്ല. അവളോട് ദേഷ്യപ്പെട്ടു. അവളോട് എപ്പോഴും ദേഷ്യത്തിൽ പെരുമാറി. ഒരിക്കലും സ്നേഹത്തോടെ ഒരു വാക്കുപോലും അവളോട് ഉച്ചരിച്ചില്ല. അത്രക്കും ഹൈറായ സ്വാലിഹത്തായ ആ പെൺകുട്ടി. അതെ, അവൾ ജീവിച്ചിട്ടില്ലല്ലോ ഫൈസലിൻ്റെ കൂടെ. ഒരിക്കലും ഇല്ല. അവൾ എപ്പോഴും തനിച്ചായിരിക്കും. അവൻ കയറി വരുമ്പോഴെല്ലാം സമയം പാതിര കഴിഞ്ഞിരിക്കും. പലവട്ടം പേടിച്ചിട്ട് എൻ്റെ റൂമിൽ കിടന്നിട്ടുണ്ട്. പലവട്ടം അവളെ അവൻ്റെ റൂമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. വാതിലടച്ച് കുറ്റിയിട്ടിട്ടുണ്ട്. അധിക ദിവസങ്ങളിലും എൻ്റെ അടുക്കൽ എൻ്റെ കട്ടിലിന് താഴെ വന്ന് കിടക്കും. പാവം. അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളാണ് അവൾക്ക് ഉണ്ടായത് ഫൈസലിൽ നിന്ന്. കാരണം ഫൈസലിന് മറ്റു പെണ്ണുങ്ങളോടാണ് ഇഷ്ടം, ഒരിക്കലും കെട്ടിയ പെണ്ണിനോടല്ല. ഇതിപ്പോൾ ആ ഷാനി, അവൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. എന്തൊക്കെയോ ആവോ. അവിടെ എപ്പോഴും പ്രശ്നങ്ങളാണ്, തിരക്കാണ്. അതെ, ഫൈസലിന് പല പെണ്ണുങ്ങളോടുമാണ് ഇഷ്ടം. അതിൻ്റെ ഒരു എഫക്റ്റ് ശരിക്കും ഷാനിക്കും അനുഭവപ്പെടുന്നുണ്ട് എന്ന് തോന്നിപ്പോകുന്നുണ്ട് പലവട്ടം. കാരണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാലും എൻ്റെ റബ്ബേ, എൻ്റെ ആ പെൺകുട്ടിനെ, എൻ്റെ നുസൈബ മോളെ മറ്റൊരാൾ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ അവൾ വേറെ പുറത്തെ കുടുംബത്തേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അല്ലാ, ഒരിക്കലും എൻ്റെ കുട്ടിയെ എങ്ങോട്ടെങ്കിലും എത്തിക്കല്ലേ അല്ലാ. എനിക്ക് തിരിച്ചു തരുമോയെന്ന് ഞാൻ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. കാരണം അത് ഒരു പക്ഷേ എൻ്റെ മോനോട് ചെയ്യുന്ന ഒരു ചതിയായിരിക്കുമല്ലോ. ഉമ്മാക്ക് ആ രാത്രി ഉറക്കം ശരിയാവുന്നേയില്ല. അതെ, നുസൈബയുടെ ആ മനോഹരമായ മുഖം മനസ്സിലേക്ക് ഓടി വരികയാണ്. ഉമ്മ പതിയെ അതാ കണ്ണുകൾ അടക്കുന്നു, ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴതാ ഒരു വിളി കേൾക്കുന്നു. ഉമ്മ, ഇതാ ചായ. ഉമ്മ, ഗുളിക കഴിക്കണ്ടേ? ഒരു നിമിഷം ഉമ്മ ഞെട്ടി ഉണർന്നു. മോളെ നുസൈബ, ഇപ്പോൾ വേണ്ട. ഉമ്മ ഞെട്ടിപ്പോയി. ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. പടച്ചോനെ, എൻ്റെ കുട്ടിയെ ഞാൻ സ്വപ്നം കണ്ടല്ലോ. എൻ്റെ നുസൈബയെ സ്വപ്നം കണ്ടു. എന്നും എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് തരുന്ന പോലെ ചായയും ഗുളികയുമായിട്ട് വരികയാണ്. പടച്ചോനെ, എന്നും ഞാൻ സുബഹി നിസ്കരിച്ച് നിസ്കാരപ്പായിലിരിക്കുന്ന സമയത്താണ് എൻ്റെ മോള് എനിക്ക് ചായയുമായി വരിക. ഉമ്മ, ഇത് കുടിച്ചോളൂ, എന്നിട്ട് ഓതിക്കോളൂ, അല്ലെങ്കിൽ തൊണ്ട വല്ലാതെ വറ്റിപ്പോകും. അങ്ങനെയൊക്കെ പറയൂ. പാവം, മധുരം കുറച്ചുള്ള ആ ഒരു ചായ അതവളെനിക്ക് തരുമ്പോൾ അത് വല്ലാത്തൊരു ആശ്വാസമാണ്. ഭക്ഷണത്തിന് മുമ്പും പിൻപും കുടിക്കാനുള്ള മെഡിസിനൊക്കെ അവൾ എനിക്ക് എടുത്തു തരും. ഭയങ്കര കൃത്യനിഷ്ഠയായിരുന്നു എൻ്റെ കാര്യത്തിന്. അതുകൊണ്ട് തന്നെ വളരെയധികം പെട്ടെന്ന് എൻ്റെ അസുഖവും മാറി. ഇപ്പോൾ എന്നെ ആര് നോക്കാൻ, ഒന്ന് കാല് നീട്ടിയിരിക്കാൻ ചിലപ്പം പൂതിയാകും. ഒരുപാട് എല്ലാവർക്കുമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതിനിടയിൽ കാല് വല്ലാതെ അങ്ങോട്ട് കുഴഞ്ഞു പോവും. അതൊന്നും നോക്കാനും ചോദിക്കാനും ആരുമില്ല. എൻ്റെ ഷാമോനെ രാവിലെ ഒരുപാട് സഹായിച്ചിട്ട് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ സ്നേഹത്തോടെ ഒരാൾ വിളിക്കുക പോലുമില്ല. ഫൈസലും കണക്കാണ്, നവാസും കണക്കാണ്. ഓരോ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ. അല്ലാതെ ഇന്നെ ഒന്ന്
എന്തെങ്കിലും ഒന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ സ്നേഹത്തോടൊരു വാക്ക് പറയാനോ ഒന്നുമില്ല. സാരമില്ല. പഠിച്ചോനെ, എന്താണ് ഞാൻ ഈ ഒരു സമയത്ത് എൻ്റെ നുസൈബാനെ സ്വപ്നം കണ്ടത്? അവളുടെ ഉമ്മ എന്നുള്ള ഒരു വിളി അത് ചെവിയിൽ ഇങ്ങോട്ട് അലയടിക്കുകയാണ്. എൻ്റെ നുസൈബ മോള് പഠിച്ചോനെ പോയത് എനിക്ക് വല്ലാത്തൊരു നഷ്ടമാണ്. നീ അത് എനിക്ക് തിരികെ തരുമോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. കാരണം അവൾ അവളുടെ ഭർത്താവ് തൊലാക്ക് ചൊല്ലിയതാണ്. വീണ്ടും ആ കുട്ടിയെ ബുദ്ധിമുട്ടാക്കാൻ ഈ ഒരു വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പഠിച്ചവൻ പോലും പൊറുക്കാത്ത തെറ്റായിരിക്കും ഞാനങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ അല്ലാഹ് എൻ്റെ മനസ്സിലെ പൂതി കൊണ്ടാണ്, എൻ്റെ മനസ്സിലെ ആഗ്രഹം കൊണ്ടാണ് അവളുടെ കൂടെ നിന്നിട്ട് എനിക്ക് പൂതി തീർന്നിട്ടില്ല. എൻ്റെ മോൾ സാജിദ പോലും എന്നെ അത്രയ്ക്ക് കെയർ ചെയ്തിട്ടില്ല. ഞാൻ പ്രസവിച്ച മോളാണല്ലോ. പക്ഷേ പ്രസവിക്കാത്ത ഈ ഒരു പെൺകുട്ടിക്ക് എന്നോട് ഇത്രമാത്രം കാരുണ്യവും ദൈവവും ഉണ്ടാവും. കാരണം എന്തെനിക്കറിയില്ല. അള്ളാഹു ആലം. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന അങ്ങനെയൊക്കെ ആയിരിക്കും. ഉമ്മ അവൾക്ക് വേണ്ടി ആ ഒരു സമയത്ത് പ്രത്യേകമായി ദുആ ചെയ്തു. അള്ളാഹുവേ, എൻ്റെ നുസൈബ മോളെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഒരാളുടെ മുമ്പിലും കൈ നീട്ടുവാനോ അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിലും അഭിമാനം പണയം വെക്കുവാനോ ഉള്ള അവസ്ഥ എൻ്റെ കുട്ടിക്ക് ഉണ്ടാവരുതേ അല്ലാ. അവളെ നീ നല്ല രീതിയിൽ എത്തിക്കണേ അല്ലാ. നുസൈബയെക്കുറിച്ചുള്ള ആ ഓർമ്മയിൽ ഉമ്മ അതാ വീണ്ടും കിടക്കുന്നു. ഉറക്കം വരുന്നില്ല. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഷാമോൻ കെട്ടാൻ പോകുന്ന പെണ്ണ്, അതിനെക്കുറിച്ചും പേടിയാണ് എനിക്ക്. കാരണം അതെങ്ങനത്തെയാണാവോ? എൻ്റെ ഷാമോൻ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മോനാണ്. ഓൻ്റെ പെണ്ണുങ്ങളും തലവിലങ്ങനെയായുള്ള അവരായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരിക്കലും എനിക്കെൻ്റെ ജീവിതത്തിൽ സമാധാനം കിട്ടില്ല. എൻ്റെ കുട്ടിയുടെ സ്വഭാവം മാറ്റും. അല്ലെങ്കിലും ആണുങ്ങളെ പെണ്ണുങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ കളിമണ്ണ് പോലെയാണ് എന്നാണല്ലോ. അത് ഏത് ഷേപ്പിലും അവർ മാറ്റിയെടുക്കുന്നത്. എൻ്റെ ഷാമോൻ്റെ സ്ഥിതി എന്താണാവോ? അവൻ്റെ ഭാവി ജീവിതം എങ്ങനെയാണാവോ? ജമീലാനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ കുട്ടി പറഞ്ഞ ആ രംഗം, ആ ഒരു കാര്യം, ഉമ്മ എനിക്ക് ഹിജാബ് ധരിക്കുന്ന സ്വാലിഹത്തായ പെൺകുട്ടിയെ മതി ഉമ്മ. അതാണ് എൻ്റെ മോൻ പറഞ്ഞത്. അല്ലാതെ ഉമ്മ ഫാഷനുള്ള കുട്ടിയെ വേണം, ഗ്ലാമറുള്ള കുട്ടിയെ വേണം, നല്ല മുതലും സ്വത്തും സമ്പത്തുമുള്ള കുട്ടിയെ വേണം എന്നെൻ്റെ കുട്ടി പറഞ്ഞിട്ടില്ല. എൻ്റെ കുട്ടി ആഗ്രഹിച്ചത് ദീനുള്ള കുട്ടിയെയാണ്. എനിക്ക് ദീനുള്ള കുട്ടിയെ മതി എന്നാണ് അവൻ പറഞ്ഞത്. ദീനുള്ള കുട്ടിയെ തിരയുകയാണെങ്കിൽ ഒരു പക്ഷേ വല്ല അറബിക് കോളേജുകളിലും അങ്ങനെയൊക്കെ തിരയേണ്ടി വരും. അതും അവർ ഒരു പക്ഷേ കോളേജുകളിൽ നല്ല രീതിയിൽ മറച്ചുകൊണ്ടായിരിക്കും നടക്കുക. കോളേജ് വിട്ട് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും എങ്ങോട്ട് പോവുകയാണെങ്കിലും കല്യാണത്തിന് പോകുകയാണെങ്കിലൊക്കെ അവർ ഫാഷൻ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരിക്കും പോവുക. അല്ലാതെ അത് അവരുടെ സ്ഥാപനത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമാണ് അവരൊക്കെ നിൽക്കുക. അവരുടെ കണ്ണ് വെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആളുകൾ മാറും. അങ്ങനെയല്ല, സ്വയം തോന്നണം. ഒരു പെൺകുട്ടിക്കും ഏതൊരു പെൺകുട്ടിക്കായാലും തൻ്റെ ഔറത്ത് ഒരാളും കാണാൻ പാടില്ല, തന്നെ ഒരാളും ആകർഷിക്കാൻ പാടില്ല, ഞാൻ ഇസ്ലാമികമായ രീതിയിലാണ് ജീവിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ചിന്താഗതി വേണം. ആ ഒരു ചിന്താഗതിയുള്ള പെൺകുട്ടിയാണ് എൻ്റെ മോൻ ഷമ്മാസ് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ എൻ്റെ കുട്ടീനെ കണ്ടാൽ ആരെങ്കിലൊക്കെ ഹിജാബ് ധരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പോന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നീട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വഭാവം മാറിയാലോ, അതും പേടിയുണ്ട്. സത്യം പറഞ്ഞാൽ ആകെ ടെൻഷൻ. ഉമ്മക്ക് ആ രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല. നുസൈബായനെയും ഷമ്മാസിനെയും കുറിച്ച് മാത്രമായിരുന്നു ഉമ്മയുടെ ചിന്ത. ഉമ്മ പലതും ആലോചിക്കുന്നു. സമയം ഒരുപാടായിട്ടുണ്ട്. ഒന്ന് കണ്ണു ചുമ്പി, അത്രയേ ഉള്ളൂ. ഉമ്മ ഉളൂഹെടുക്കുവാൻ വേണ്ടി പോയി. ഉളൂഹെടുത്ത് നിസ്കരിക്കുകയാണ്. ഈ ഒരു സമയത്തെ ദ്വാ അള്ളാഹു സ്വീകരിക്കും എന്നാണല്ലോ. ഉമ്മ നിസ്കാരം കഴിഞ്ഞ് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണ്. അള്ളാഹുവേ, എൻ്റെ പൊന്നുമോൻ, അവൻക്ക്, എൻ്റെ ഷാമോൻക്ക് നല്ല ഹയറായൊരു സ്വാലിഹത്തായ ഒരു പെണ്ണിനെ നൽകണേ റഹ്മാനെ. ആമീൻ. പഠിച്ചോനെ, എൻ്റെ നുസൈബ മോൾക്ക് നല്ലൊരു ജീവിതം നീ കൊടുക്ക് റഹ്മാനെ. അവരുടെ പരീക്ഷണങ്ങളിലും നീ വിജയം നൽകി റഹ്മാനെ. ഉമ്മ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഉമ്മ ഖുർആൻ എടുത്ത്
സൂറത്തുൽ ഫത്ഹ് എടുത്തോതുകയാണ്. വിജയത്തിന് വേണ്ടിയുള്ളത്. എല്ലാ കാര്യത്തിനും വിജയിക്കാൻ എൻ്റെ മരുമകൾ, എൻ്റെ നുസൈബ വിജയിക്കണം. ഉന്നത വിജയം അവൾക്ക് നേടണം. അതിനു വേണ്ടിയിട്ടും എൻ്റെ മോൻക്കൊരു സ്വാലിഹത്തായ ഒരു പെൺകുട്ടിയെ വേണം. അതിനു വേണ്ടിയിട്ടും ഉമ്മ ഖുർആൻ എടുത്ത് പാരായണം ചെയ്ത് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് സുബഹിന് മുമ്പായിക്കൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞ് പറഞ്ഞു, അല്ലാ പഠിച്ചോനെ, എൻ്റെ മനസ്സിലുള്ള വേദനയും വിഷമങ്ങളും ദുഃഖങ്ങളും നീ അറിയുന്നതാണല്ലോ. എൻ്റെ നുസൈബയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലാ വല്ലാതെ വേദനിക്കാണ്. അവളെ നീ ഉന്നത വിജയങ്ങളിൽ എത്തിക്കണേ അല്ലാ. എൻ്റെ മോൻ ഷമ്മാസിന് അവന് യാതൊരു വിഷമവും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ലൊരു ഹയറായ വിവാഹം, ഹയറായൊരു പെൺകുട്ടിയെ നീ കൊടുക്കല്ലാ. ഉമ്മ ഖുർആൻ പാരായണവും ദിക്റുകളും എല്ലാം ചൊല്ലിക്കൊണ്ട് നിസ്കാരപ്പായൽ തന്നെ ഇരിക്കുകയാണ്. സുബഹിൻ്റെ ബാങ്കത കേൾക്കുന്നു. അപ്പോഴേക്കും ഷാമോൻ എണീറ്റ് ഫ്രഷായി തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു. ഉമ്മ, ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മോനെ ശ്രദ്ധിച്ച് പോവണേ. ആ ഉമ്മ. ഷമ്മാസ് പള്ളിയിലേക്ക് പോകുമ്പോൾ നടന്നാണ് പോകാറുള്ളത്. ബൈക്കിൽ പോകുമ്പോൾ അത്രക്കും പ്രതിഫലം നഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ഓരോ ചവിട്ടടിക്കും പ്രതിഫലമാണല്ലോ, അത് നഷ്ടപ്പെടുത്തരുത് എന്ന് കരുതിയത് കൊണ്ട് തന്നെ ഷമ്മാസ് പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് നടക്കും. അതാണ് അവൻ്റെ പതിവ്. ഉമ്മ വിചാരിച്ചു, പഠിച്ചോനെ, എൻ്റെ ഒരു കുട്ടി ആ പോയ പോക്കണ്ടില്ലേ പള്ളിയിലേക്ക്. വേറെ രണ്ടെണ്ണുണ്ടല്ലോ മുകളിൽ കിടക്കണേ, ഓരോ പെണ്ണുങ്ങളെയും കെട്ടിപ്പിടിച്ച്. എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടോ? സുബഹി ബാങ്ക് പള്ളിയിൽ നിന്നിങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും, പഠിച്ചോനെ, എൻ്റെ ആ മക്കളൊക്കെ എന്താ അങ്ങനെ ആയി പോയതെന്ന്. എപ്പോഴെങ്കിലും എണീറ്റ് നിസ്കരിച്ചിട്ടെന്താ. പക്ഷേ എൻ്റെ ആ പൊന്നുമോൻ ഷമ്മാസ് പോകുന്നത് കണ്ടില്ലേ, എല്ലാവർക്കും മാതൃകയാണ്. ഇൻഷാ അല്ലാ ഇന്ന് എനിക്കൊരു തീരുമാനം എടുക്കാറുണ്ട്. അത് ഞാൻ ഈ വീട്ടിലെ ഉമ്മയാണല്ലോ, അത് ഞാൻ എടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ കുറ്റക്കാരിയായിരിക്കും. അല്ലെങ്കിലും നിസ്കാരത്തിൻ്റെ കാര്യമൊക്കെ ചെറുപ്പം മുതൽ തന്നെ ശീലിപ്പിക്കണമെന്നാണല്ലോ. അതൊക്കെ അവർ വലുതായപ്പോൾ അതെല്ലാം മറന്നു കഴിഞ്ഞു, അവരുടെ ഇഷ്ടം പോലെയായി. എന്തായാലും ഇന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം. ഈ സുബഹിൻ്റെ സമയമാകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ടെൻഷനാണ്. ഒന്നുമല്ല, 2 മക്കളും മരുമക്കളൊക്കെ അവിടെ നിസ്കരിക്കാതെ കിടക്കുകയാണ്. ഇബ്ലീസിൻ്റെ അനുയായികളായിക്കൊണ്ട് അവർക്കാണല്ലോ ഞാൻ തീറ്റിപ്പോറ്റുന്നത് എന്ന് വിചാരിക്കുമ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട, കടിയൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ തോന്നും. പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ ആ ചെറിയ മക്കളൊക്കെ വരുമ്പോൾ അതൊരു വേദനയാണ്. അവർ ഉമ്മമ്മ അപ്പെന്ന് ചോദിച്ച് വരുമ്പോൾ അവർക്ക് കൊടുക്കണ്ടേ, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അവർ തള്ളാറ് തിന്നാതിരിക്കുമോ? പഠിച്ചോരെന്നെ കൊണ്ട് അതിനൊന്നും കഴിയണില്ലല്ല. ഒരാളെയും വെറുപ്പിക്കാനും ഒരാൾക്കും ഭക്ഷണം ഉണ്ടാക്കാതെ വാശി പിടിച്ച് നിൽക്കാനൊന്നും എന്നെക്കൊണ്ട് കഴിയണില്ല. പക്ഷേ എൻ്റെ മക്കൾ നന്നാക്കി തന്നാൽ മതി. സുബഹി ഒന്ന് നിസ്കരിക്കാന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതിന് ഒരുങ്ങാനേ പിന്നെ എന്ത് ചെയ്യും? ആ ദിവസം ഉമ്മ നിസ്കാരമെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് ഇറങ്ങി. ഷാമാൻ അപ്പോഴേക്കും വന്നു. ഉമ്മ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മോനെ, എന്തോ ഉമ്മ? ഉമ്മക്ക് എന്തൊരു വിഷമം? മോനെ, എൻ്റെ കുട്ടി ഇന്നലെ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ടേ. എന്തുമ്മ? മോൻ പറഞ്ഞില്ലേ ഹിജാബ് ധരിച്ച് നടക്കുന്ന സ്വാലിഹത്തായ പെൺകുട്ടികളെ എനിക്ക് വേണ്ടി നോക്കിയാൽ മതിയെന്ന്. മോനെ, അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. ആരെയും വിശ്വസിക്കാൻ പറ്റൂല മോനെ. അത് പുറത്ത് അങ്ങനെയൊക്കെ നടക്കുന്നവരായിരിക്കും, പക്ഷെ ഉള്ളിൽ സ്വഭാവം വേറെ ആയിരിക്കും. അങ്ങനെയൊന്നും ആരും നമ്മൾ ഒറ്റയടിക്ക് കണ്ടെത്താനാവില്ല നമുക്ക്. അങ്ങനെയൊന്നും ചക്കയല്ലല്ലോ ചോഴ് നോക്കുവാൻ വേണ്ടിയിട്ട്. അത് നമ്മളൊരു പക്ഷേ നമ്മളോട് അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവിടെ വെത്തിയ സ്വഭാവം മാറും. അതുകൊണ്ട് എനിക്ക് മോനെ ആകെ ടെൻഷനാണ് അതിനെക്കുറിച്ച്. ഉമ്മ, അതൊക്കെ അതിന് സമയമാകുമ്പോൾ നടന്നോളും. ഉമ്മ വിഷമിക്കല്ലേ, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അല്ല മോനെ, എൻ്റെ മോന് ഇന്നാളൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ എന്നോട്, എൻ്റെ കോളേജിൻ്റെ അടുത്തോ അവിടെ എവിടെ ഉണ്ട് എന്നൊക്കെ. അങ്ങനെ കുട്ടീനോട് പറഞ്ഞൊക്കെ ചെയ്ത്. അല്ല, അതെന്താ, എന്ത് ചെയ്യണേ, പഠിക്കുകയാണോ എന്താ എന്നാവല്ലേ? ഉമ്മ, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല ഇപ്പോൾ. അതെന്താ മോനെ? നീയല്ലേ മോനെ പറഞ്ഞത്? അത്
ഉമ്മ, ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതെന്തടാ ഉമ്മ? ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്ത് പറ്റി മോനെ, പറയൂ. ഉമ്മ, ഞാൻ സ്നേഹിച്ച, ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ് അത് മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്. അത് ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി ഉമ്മ. ഷമ്മാസ് പൊട്ടിക്കരഞ്ഞു, ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. ഉമ്മ ആകെ ഞെട്ടിപ്പോയി. എന്ത് മോനെ, നീ ഏത് പെണ്ണിനെയാണ് കണ്ടത്? ഹിജാബ് ധരിച്ച ഏത് കുട്ടിനെയാണ് എൻ്റെ മോൻ കണ്ടത്? പറയടാ, എൻ്റെ കുട്ടി പറയ്. ഉമ്മ ഷമ്മാസിനെ നിർബന്ധിക്കുന്നു. പക്ഷേ ഷമ്മാസിന് അത് പറയാൻ കഴിയുന്നില്ല. അവൻ ആകെ സങ്കടപ്പെട്ട് കരയുകയാണ്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ വിടാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.